സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം തുടരുന്ന ആശമാരുടെ അടുത്തേക്കാണ് വീണ്ടും എത്തുന്നത്. ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധം അവർ പറഞ്ഞിരുന്നു. അത് പൊളിക്കാനായിട്ട് നിർബന്ധിത പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരുന്നു എങ്കിലും അത് ബഹിഷ്കരിക്കാൻ തന്നെയാണ് ആശമാരുടെ തീരുമാനം. പക്ഷേ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം നേരിടാനായി കനത്ത പോലീസ് സന്നാഹം സെക്രട്ടേറിയറ്റിനും പരിസരത്തും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും അവിടുത്തെ ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന തത്സമയ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത് വീണ്ടും വിനീഷാണ്. വിനീഷ്, ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? നിലവിലെ സാഹചര്യത്തിൽ രാവിലെ നമ്മൾ ബുള്ളറ്റിൻ കഴിഞ്ഞതിന് ശേഷം ആശാ വർക്കർമാരുടെ ഒരു കൂട്ടം അങ്ങനെ വലുതായി വരുന്നത് കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിൻ്റെ ഒരു രഹസ്യാന്വേഷണ വിഭാഗം അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയൊക്കെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആശാ വർക്കർമാർ ഏകദേശം 10,000-ഓളം എത്തുന്ന ആശാ വർക്കർമാർ ഇവിടേക്ക് എത്തും. സെക്രട്ടേറിയറ്റിൻ്റെ മറ്റു ഗേറ്റുകൾ, സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്ന ഗേറ്റുകളൊക്കെ ഉപരോധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഈ ആശാ വർക്കർമാരുടെ ഒരു സമര നേതാക്കൾ അല്ലെങ്കിൽ ആ സമരസമിതിയുടെ നേതാക്കളൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 26,000 പേർ ഈ സമരവേദിയിലേക്ക് ഈ സെക്രട്ടേറിയറ്റിനെ വളയാനായി എത്തും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും സമാനമായ രീതിയിലുള്ള ഒരു ഒരുക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം സമാനമായ ഒരു അന്തരീക്ഷത്തിൽ എങ്ങനെയൊക്കെയാണോ സെക്രട്ടേറിയറ്റിന് സുരക്ഷ ഒരുക്കുന്നത് അതുപോലെയുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരുക്കിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് അത് തന്നെയാണ് രാവിലെ മുതൽ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 1000-ലധികം പോലീസുകാരുടെ സാന്നിധ്യം, വനിതാ പോലീസുകാരുടെയും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ സാന്നിധ്യം നമുക്ക് ഇവിടെ സെക്രട്ടേറിയറ്റ് മുന്നിലും വിവിധ ഗേറ്റുകൾക്ക് മുന്നിലും കാണാൻ സാധിക്കുന്നു. ഓരോ എത്തുന്ന ആളുകളുടെയും ID കാർഡൊക്കെ ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷമാണ് ഇങ്ങേക്ക് ഈ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തേക്ക് പോലും കടത്തിവിടുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും വലിയ രീതിയിൽ ആശാ വർക്കർമാരുടെ സമരത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഇത് 10 മടങ്ങ് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ആശാ വർക്കർമാരുടെ സമരം അത് 36-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ 36 ദിവസത്തിലേക്ക് എത്തുമ്പോൾ വലിയൊരു മറ്റു നേരത്തെ ജനാധിപത്യപരമായ രീതിയിലുള്ള ഒരു ആശാ വർക്കർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെങ്കിൽ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു ഉപരോധത്തിലേക്കൊക്കെ ആശാ വർക്കർമാർ ചേരുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായിരുന്നാലും നമ്മോടൊപ്പം ഈ സമരസമിതി നേതാക്കളും കൂടി നമ്മോട് ചേരുകയാണ്. രാവിലെ വലിയ ക്ഷീണത്തിലാണല്ലോ? ഞാനോ? അങ്ങനെ തോന്നുമോ? കണ്ട വലിയ എനർജിയാണ്. തീർച്ചയായിട്ടും നല്ല എനർജിയിലാണ്. എന്താ തോന്നുന്നത്? ഇന്നത്തെ സമരത്തിലേക്ക് പിണറായി സർക്കാരിന്റെ കണ്ണൊന്ന് തുറക്കുമെന്ന് തോന്നുന്നുണ്ടോ? തുറക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തുറന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കും, ഇവിടെ ഉണ്ടാവും. വലിയൊരു സ്ത്രീ പോരാട്ടമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീകൾ നയിക്കുന്ന ഒരു സമരം സെക്രട്ടേറിയറ്റിന്റെ ചരിത്രത്തിൽ ഇത്ര കാലം നീണ്ടു നിൽക്കുന്ന ഒരു സമരം ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും പിണറായിക്ക് ഒരു അനക്കവുമില്ല. ഒപ്പം തന്നെ CPM-ന്റെ നേതാക്കൾ പല ഘട്ടങ്ങളിൽ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞങ്ങൾ അതിനെയൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ലാതെ നിങ്ങൾക്ക് 35 ദിവസം കൊണ്ട് മനസ്സിലായില്ലേ? നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ഉയർത്തുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈ ഡിമാൻഡുകൾ അത് നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ അനാവശ്യമായിട്ട് ഒരു കാര്യവും ചോദിച്ചിട്ടില്ല. സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയോ സമ്മർദ്ദത്തിലോ ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചോദിച്ചിട്ടില്ല. ഇത് ഈസി ആയിട്ട് സെറ്റിൽ ചെയ്യാവുന്ന വിഷയമേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് നേടിയെടുക്കുന്നവരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും. അതൊരു ഉറച്ച തീരുമാനമാണ്. പിന്നെ അങ്ങനെ ഒരു ഉറച്ച തീരുമാനമായിട്ടല്ലേ ഈ വന്നിരിക്കുന്നത്. ഈ 35 ദിവസമായിട്ട് ഇവിടെ ഇരിക്കുമല്ലേ, നമുക്കൊരു ചാഞ്ചല്യവും ഇല്ല. ഞങ്ങളിവിടെ ഇരിക്കും. ഈ സമരത്തിനൊരു പരിഹാരം കാണാൻ സർക്കാർ ഇടപെടില്ല, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? അല്ല, അങ്ങനെ ഇടപെടൽ ഉണ്ടാകും. ഒരു ആത്മവിശ്വാസം മാത്രമല്ല. അല്ലല്ല, ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രി അല്ലേ. ഒരു ജനാധിപത്യ രാജ്യത്ത് തൊഴിൽ സമരങ്ങൾ ഉണ്ടാകും. ആ സമരങ്ങൾ ഏതൊരു ഭരണകൂടമാണെങ്കിലും അത് തകർക്കാനോ അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാനോ ശ്രമം നടത്തും. ഏതൊരു ഭരണകൂടമാണെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന സമരങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയം കണ്ടെത്താൻ കഴിയും. പക്ഷേ ജനാധിപത്യ രീതിയിലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ 35 ദിവസം ഇവിടെ സമരത്തെ കണ്ടത്. ഒരു പ്രതിഷേധം, സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കാനായിട്ടുള്ള ഒരു പ്രതിഷേധം. പക്ഷേ ഇന്ന് സെക്രട്ടേറിയറ്റിൻ്റെ ഗേറ്റുകളുടെ ഉപരോധത്തിലൊക്കെ കടക്കുമ്പോൾ അതൊരു നിയമലംഘനമായി മാറും. ഇനിയുള്ള ദിവസങ്ങളിൽ സർക്കാർ നടപടി കുറച്ചുകൂടി നിങ്ങൾക്കെതിരായി കടുപ്പിക്കും, പോലീസ് നടപടിയിലേക്കൊക്കെ പോകാനുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇല്ല, അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടല്ലേ നമ്മൾ സമരത്തിന് ഇനി ഇതിൽ കൂടുതൽ കടുപ്പിക്കാനൊന്നും ഇല്ലല്ലോ, കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ.
അപ്പോൾ നിയമം സമരങ്ങൾക്ക് ഓരോ ഘട്ടമുണ്ട്. ആൾ ഓഫ് എ സഡൻ പെട്ടെന്ന് നമ്മൾ നിയമലംഘനത്തിലേക്ക് പോവുമല്ല. ഈ സമരം ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്ത് 35 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നിയമലംഘനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളും വരട്ടെ, നമുക്ക് കാണാം. നമ്മൾ ജയിലിലേക്ക് പോകാൻ ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും അതിലൊക്കെ തയ്യാറാണ്. അതെന്തിനാണ് പേടിക്കുന്നത്? നമ്മുടെ സർക്കാരിൻ്റെ നമ്മുടെ ജയിലല്ലേ, നമ്മുടെ നികുതി പണത്തിൽ നിലനിൽക്കുന്ന ജയിലുകളല്ലേ, അതിനകത്ത് നമ്മളെന്തിനാണ് പേടിക്കുന്നത്? സാധാരണഗതിയിൽ ഇടതുപക്ഷ സർക്കാരിനെയൊക്കെ പറയപ്പെടുന്നത് ഒരു തൊഴിലാളി സർക്കാർ എന്നൊക്കെയാണ് പല കാലഘട്ടങ്ങളിലായി സമൂഹം വിലയിരുത്തിയിരുന്നത്. ഇപ്പോൾ എന്താണ് തോന്നുന്നത് സത്യം? അവർ ഇടതുപക്ഷ സർക്കാരാണെന്നാണ് പറയുന്നത്. പക്ഷേ അതിനനുസരിച്ചുള്ള നിലപാടുകൾ കാണുന്നില്ല തൊഴിലാളികളുടെ വിഷയത്തിൽ. ഉണ്ടാകുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സുരേഷ് ഗോപി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ ഇവിടെയൊക്കെ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് ഞങ്ങളുടെ സമരത്തിൻ്റെ വിജയമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കാരണം കേരളത്തിൽ തുടങ്ങിയ ഒരു സമരം ദേശീയതലത്തിൽ കൊണ്ടുപോകാനും ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്തിക്കാനും ഇന്ത്യയിലെ 10 ലക്ഷത്തോളം വരുന്ന ആശാവർക്കർമാരുടെ വിഷയം, പ്രത്യേകിച്ചും സ്കീം വർക്കേഴ്സിൽ പെടുന്ന സ്ത്രീകളാണല്ലോ പണിയെടുക്കുന്നത് മുഴുവൻ സ്കീം വർക്കേഴ്സിലും. അവരുടെ ജീവിതം എത്രത്തോളം പരിതാപകരമാണ്, എത്ര വലിയ സാമ്പത്തിക ചൂഷണത്തിനും തൊഴിൽ ചൂഷണത്തിനുമാണ് അവർ വിധേയരായിക്കൊണ്ടിരിക്കുന്നതെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടെത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അത് ഞങ്ങളുടെ വിജയമാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിനെയൊക്കെ ബന്ധിപ്പിക്കാനായിട്ട് നമുക്കൊരു ലൈസനിങ് ഓഫീസറെ ഡൽഹിയിലൊക്കെ വെച്ചിട്ടുണ്ട്. ആരാണെന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലോ ആ ലൈസനിങ് ഓഫീസർ കേന്ദ്രത്തെ ഇത് കാര്യം ധരിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്? ഇടപെടലുണ്ടാകും, ഇച്ചിരി താമസിച്ചിട്ടാണേലും ഇടപെടലുണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഉണ്ടാവണമല്ലോ. ഇതിനെ അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാനോ മുഖം തിരിച്ച് ഇരിക്കാനോ എല്ലാ കാലവും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇടപെടലുണ്ടാവും, പരിഹാരം ഉണ്ടാകും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവരുടെ മുഖത്ത് ആ ഭാവം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിൽ ഏതൊരു പോരാട്ടത്തിനും തയ്യാറാണ് എന്ന ഒരു നിലപാട് തന്നെയാണ് ഈ ആശാവർക്കർമാർ മുന്നോട്ട് വയ്ക്കുന്നത്. അത് അങ്ങ് സമരത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരെ തങ്ങൾ എത്താൻ തയ്യാറാണ്. അത് ജയിലിലേക്ക് തന്നെ തങ്ങളെ പിണറായി സർക്കാർ ജയിലിലേക്ക് അടച്ചാൽ പോലും അതിൽ നിന്ന് തങ്ങൾ പിന്നോക്കം പോകില്ല. തങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ആ ഒരു സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ആശാവർക്കർമാർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ സമരഗേറ്റുകൾ, പ്രത്യേകിച്ച് ഞാനിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരഗേറ്റിന് സമീപത്താണ്. ആ സമരഗേറ്റിൽ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തുള്ള അവിടെയാണ് ആശാവർക്കർമാരുടെ സമരം ഇങ്ങനെ 35 ദിവസം രാപ്പകലില്ലാതെ തുടർന്നു കൊണ്ട് പോകുന്നത്. ആ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എനിക്ക് പുറകിലായി നമുക്ക് സെക്രട്ടേറിയറ്റിൻ്റെ സമരഗേറ്റിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരു വലിയൊരു പോലീസ് സന്നാഹം ഇവിടെ സജ്ജമായിട്ടുണ്ട്. കാരണം സാധാരണഗതിയിൽ ഒരു സമരം നടക്കുമ്പോൾ പോലീസ് ഒരുക്കുന്ന തരത്തിലുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങളല്ല ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് പുറകിലായി കാണാം വനിതാ പോലീസുകാരും മറ്റു പോലീസുകാരും ഒക്കെ ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിൻ്റെ സമര ഗേറ്റിന് മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിന് സമാനമായി തന്നെയാണ് നമുക്ക് കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള കണ്ടോൺമെൻറ്റ് ഗേറ്റിലും അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ആ ഭാഗത്തൊക്കെ തന്നെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ സമരത്തെ പ്രതിരോധിക്കാനുള്ള ഒരുക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുന്നു എന്നതാണ് എടുത്തു പറയാനുള്ള ഒരു കാരണം. മണിക്കൂറുകളിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരം കടുപ്പിക്കാൻ തന്നെയാണ് ആശമാരുടെ നീക്കം. സെക്രട്ടേറിയറ്റ് ഉപരോധവുമായി അവർ മുന്നോട്ട് പോവുകയാണ്. സമരം പൊളിക്കാനായി പോലീസ് സന്നാഹം ശക്തമാക്കി. സംസ്ഥാന സർക്കാർ ഇതിനെ നേരിടാൻ ഒരുങ്ങുമ്പോഴും തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നവർ വീണ്ടും പ്രഖ്യാപിക്കുന്നു.